കായലിലേക്ക് മാലിന്യം തള്ളിയതിന് ഗായകൻ MG ശ്രീകുമാറിന് പിഴ. കൊച്ചി മുളവുകാട് പഞ്ചായത്താണ് 25,000 രൂപ പിഴ വിധിച്ചത്. MG ശ്രീകുമാർ പണമടിച്ച് പിഴയൊടുക്കി. വീട്ടിൽ നിന്നും മാലിന്യം കായലിലേക്ക് തള്ളുന്ന ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിച്ചിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം ചേരുന്നത്. സഹിൻ, പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നത് വളരെ കർക്കശമായി കേരളം നിരോധിച്ചിരിക്കുന്നു. തദ്ദേശ മന്ത്രി MB രാജേഷ് ഉൾപ്പെടെ അത് പലതവണ ആവർത്തിച്ചു പറഞ്ഞു. ജലാശയങ്ങളിൽ മാലിന്യം ഇടുക എന്ന് പറഞ്ഞാൽ ഇരട്ടി പിഴയാണ്. MG ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്ന് ആരാണ് മാലിന്യം ഇട്ടത്? ഇതെങ്ങനെയാണ് കൈയോടെ പിടികൂടിയത്? അത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. MG ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്നും ആരാണ് മാലിന്യം വിട്ടതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വിനോദ സഞ്ചാരി ഈ ദൃശ്യം പകർത്തുകയായിരുന്നു. അതായത് കൊച്ചിക്കായലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും MG ശ്രീകുമാറിൻ്റെ വീടെന്ന് പറയുന്നത് മുളവുകാട് പഞ്ചായത്തിന് കീഴിലാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത്. അവിടെ വിനോദസഞ്ചാരികളുടെ ബോട്ടുകൾ, നിരവധി ബോട്ടുകൾ അതുവഴി കടന്നു പോകാറുമുണ്ട്. അങ്ങനെ ഒരു വിനോദസഞ്ചാരി അതുവഴി പോകുമ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ഒരു വീട്ടിൽ നിന്നും മാലിന്യം കായലിലേക്ക് തള്ളുന്ന ദൃശ്യങ്ങളായിരുന്നു. അത് പിന്നീട് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള നവമാധ്യമങ്ങളിൽ കാര്യമായി തന്നെ പ്രചരിക്കുകയും ചെയ്തു. പക്ഷേ ഇത് പ്രചരിച്ചതിന് ശേഷം മന്ത്രി MB രാജേഷ് അടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിനൊടുവിൽ ഇത് എവിടെ നിന്നാണ് ഇത്തരത്തിൽ പ്രചരിച്ചിരിക്കുന്നത് എന്നുള്ളത് പരിശോധന നടത്തി. ഒടുവിലാണ് മനസ്സിലാകുന്നത് ഇത് ഗായകൻ MG ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ മാലിന്യം തള്ളിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധന നടത്തുകയും പിന്നീട് 25,000 രൂപ പിഴ വിധിക്കുകയും ചെയ്തു. ഈ പിഴ MG ശ്രീകുമാർ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പഞ്ചായത്തുകൾ കാണുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് MG ശ്രീകുമാറിനെ കൊണ്ട് ഈ പണം അടപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. MG ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്ന് മാലിന്യം തള്ളുന്ന ദൃശ്യങ്ങൾ ഒരു വിദേശിയാണ് പകർത്തിയത്. അത് പിന്നീട് വൈറലായതിനെ തുടർന്ന് തദ്ദേശ വകുപ്പ് ഇടപെട്ട് അദ്ദേഹത്തിന് പിഴ ഒടുക്കിയിരിക്കുന്നു. അദ്ദേഹം പിഴ അടച്ചിരിക്കുന്നു.